ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവരാവുക ഓരോ കുഞ്ഞുങ്ങളും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വചനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്ന്. ഒരു നിയമജ്ഞൻ ഈശോയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിച്ചതാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. എൻ്റെ ജീവിതത്തിൽ ദൈവിക ജീവൻ ഞാൻ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കണം. ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് ചെറുപ്പകാലത്ത് വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണെന്നാണ് അതിൻ്റെ ഉത്തരം. എന്നെ എൻ്റെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കണം. കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ സ്നേഹം കാണിച്ചു തരാനാ. ആ പിതാവ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുകയാ, ദൈവമായ കർത്താവ് ഭൂമിയിലെ പുഴു കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയെന്ന്. സ്വന്തം കൈകൊണ്ട് ഒരു കുശവൻ പാത്രം മിനുക്കിയെടുക്കുന്നത് പോലെ എൻ്റെ ദൈവം എന്നെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിരിക്കുന്നതാ. ആ കൈകളെ മറന്ന് ഞാൻ മുന്നോട്ട് ജീവിച്ചു പോയാൽ, അവനെ സ്നേഹിക്കാതെ ഞാൻ മുന്നോട്ട് ജീവിച്ചു പോയാൽ എൻ്റെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ തട്ടി പൊട്ടിപ്പോകും. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും പ്രശസ്തിയുമൊക്കെയുള്ള നിയമജ്ഞനോട് തമ്പുരാൻ പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന്. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന വലിയ സമ്മാനത്തെക്കുറിച്ച് സുഭാഷിത പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വചനം. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നുവെന്ന്. ഇന്ന് നിൻ്റെ കൈകൾ ശൂന്യമാണോ? നിൻ്റെ ജീവിതം ശൂന്യമായൊരു പാത്രമാണോ? നിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നുമില്ല എങ്കിൽ നീ ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യമായ പാത്രങ്ങളെയെല്ലാം നിറച്ചു തരും. കാരണം കാനായിലെ കല്യാണവേളയിൽ നാം കാണുന്നുണ്ട്, ശൂന്യമായ 6 കൽഭരണികളിൽ തമ്പുരാൻ വെള്ളം നിറച്ചത് വീഞ്ഞാക്കി കൊടുക്കുന്നതായി നാം കാണുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന് നമുക്കറിയാം. അമ്മയുടെ മധ്യസ്ഥതയെക്കുറിച്ചാണ് വചനഭാഗം പറയുന്നതൊക്കെ. എങ്കിൽ ഇങ്ങനെ കൂടി ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈശോ എല്ലാം അറിയുന്നവനാ, എല്ലാ മനുഷ്യ ഹൃദയങ്ങളെയും അറിയുന്നവനാ. ആദിയും അന്ത്യവുമായ അവന് ഒന്നും അറിവില്ലാത്തതില്ല. അവൻ ആ കുടുംബത്തിൽ വന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ വീഞ്ഞു തീർന്നു പോയത് ഈശോ അറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഈശോയോട് മറ്റാരെങ്കിലും പറഞ്ഞിരിക്കാം. അപ്പോഴൊന്നും ഈശോ ഒരു അത്ഭുതവും ചെയ്യുന്നത് നാം കാണുന്നില്ല. അമ്മ വന്നിട്ട് പറയുക, മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈശോ ആ വെള്ളം വീഞ്ഞാക്കി കൊടുത്തത്. അമ്മ പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സ് നിറയെ ഈശോയോട് സ്നേഹമായിരുന്നു. തൻ്റെ പുത്രൻ എന്നതിനേക്കാൾ ഉപരിയായി ഇവൻ ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടൊരു സ്നേഹം അമ്മയുടെ മനസ്സിലുണ്ട്. സ്വന്തം വയറ്റിൽ നിന്ന് പുറത്തു വന്ന പുത്രനെ സ്നേഹിക്കുന്നത് പോലെ അല്ല അമ്മ ഈശോയെ സ്നേഹിച്ചത്. മറിച്ച് ദൈവമായി കണ്ട് അമ്മ ഈശോയെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തോടെ അമ്മ ചോദിച്ചത്, മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന്. അമ്മ പറഞ്ഞത് അങ്ങനെയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം എനിക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ദൈവമായി കണ്ട് സ്നേഹിക്കണം. അവനെ മുഴുഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുമ്പം അവിടെ അനുഗ്രഹമുണ്ട്. അവനോട് ദൈവമായി കണ്ട് സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തെ നിനക്ക് നിൻ്റെ സ്നേഹിതനാക്കി മാറ്റാം, നിനക്ക് നിൻ്റെ പിതാവാക്കി മാറ്റാം, നിനക്ക് നിൻ്റെ ഏറ്റവും കൂടെ നടക്കുന്ന ഫ്രണ്ടാക്കി മാറ്റാം. അത് നിൻ്റെ യുക്തമാണ്. പക്ഷേ ഒറ്റയൊരു കണ്ടീഷനുണ്ട്, നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്ന്.
എല്ലാ വസ്തുക്കളെക്കാൾ വ്യക്തികളെക്കാൾ അധികമായി അവനെ സ്നേഹിക്കണമെന്ന തമ്പുരാൻ പറയുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ സുഭാഷിതത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ വചനം അന്വർത്ഥമായി മാറുക. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കിയെന്ന്. സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നമുക്ക് കടന്നു പോവുക. ഏത് പ്രശ്നങ്ങളിൽ നാം കടന്നു പോകുമ്പോഴും അറിയാം അവിടെ സ്നേഹത്തിൻ്റെ കുറവാണ്. അപ്പൻ അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് അപ്പനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കൾ അപ്പനെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങളുടെ കുറേ മേഖലകളിലൂടെ നാം കടന്നു പോകുമ്പം അവിടെ വലിയൊരു വിടവുണ്ട്, സ്നേഹത്തിൻ്റെ വിടവ്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ അടുത്തെത്തും. നീ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പം നീ പുറകിൽ പോയി നിൽക്കില്ല. നീ അവനെ കാണുവാൻ വേണ്ടി, അവനെ സ്നേഹിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോകും. ഒരു വൈദികൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ പറയുമ്പം നമ്മളാരും അദ്ദേഹത്തോട് ഞാൻ ഈ മുറിയിലിരിക്കാം, അച്ഛൻ ആ മുറിയിലിരുന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് നാം പറയാറില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി ഒന്നുകിൽ മുട്ടുകുത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹം കൈകൾ വെച്ച് പൗരോഹിത്യ ആശീർവാദം നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ തെരഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് ചെല്ലണം. നീ തെരഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നുവെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം വീണ്ടും 8:17 വചനം പറയുകയാണ്. അതെ, നീ അന്വേഷിച്ച് പോകുമ്പോഴാണ് നീ അവനെ കണ്ടെത്തുക. ഒരു തെരച്ചിലിൻ്റെ ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിക്ക്. അത് ദൈവത്തെ തിരയുന്ന ഒരു ജീവിതമാണ്. സ്നേഹത്തോടെ തിരയണം. ആ വിധവ എന്തു ചെയ്തു? തൻ്റെ നാണയത്തിലൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഓടി നടന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ചു. നിൻ്റെ ദൈവത്തെ നീ സ്നേഹിച്ച് സ്വന്തമാക്കിയില്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടാവണം. അത് ഉണ്ട് എങ്കിൽ നീ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് വേണ്ടി നീ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞതാണ്. അവർക്ക് പ്രായമുള്ള ഒരു പിതാവ്, 73 വയസ്സെങ്കിലുമുണ്ട്, റിട്ടയർ പ്രൊഫസറാണ് അദ്ദേഹം. എല്ലാ വർഷവും 15 ദിവസത്തേക്ക് ദൂരദേശങ്ങളിലേക്ക് യാത്ര പോകും. 15 ദിവസം കഴിയുമ്പം തിരിച്ചു വരും. അത് പതിവ് പോലെ ഈ വർഷവും അദ്ദേഹം യാത്ര പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ യാത്ര പോയി 15 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തപ്പം ആ വീട്ടിലെ മകനും മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ ആകെ വേദനയായി. എവിടെ പോയി അപ്പച്ചനെ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ വേദനയില്ല. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലായിടത്തേക്കും പറയുകയാണ്. പ്രാർത്ഥിച്ച് ഓരോ വ്യക്തികളും പറയുന്ന സന്ദേശം അനുസരിച്ച് ഡൽഹി അന്വേഷിക്കുന്നു, കൽക്കട്ട അന്വേഷിക്കുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പച്ചൻ അത്രയും പ്രായമായില്ലേ, ഇനി നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടെ എന്നവർ ചിന്തിച്ചില്ല. മറിച്ച് സ്നേഹത്തോടെ അന്വേഷിക്കുകയാണ്. മുട്ടാത്ത വാതിലുകളില്ല. പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുമ്പം ദൈവം അവരുടെ അപ്പച്ചനെ അത്ഭുതകരമായി തിരിച്ചു കൊടുക്കുന്നത് ഒരു അനുഭവം എനിക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഈ പിതാവിനെ തേടി ഈ മക്കൾ അന്വേഷിച്ചതുപോലെ എത്ര രൂപ മുടക്കാനും അവർ തയ്യാറായി. ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഡൽഹിയിലുണ്ടെന്ന്. ഡൽഹി മുഴുവൻ അന്വേഷിക്കുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ലക്ഷങ്ങൾ അവർ മുടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പച്ചൻ്റെ പ്രായത്തെക്കുറിച്ചല്ല, അപ്പച്ചൻ അവർക്ക് കൊടുത്ത സ്നേഹം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അത് അന്വേഷിക്കാൻ അവർ തയ്യാറാവുകയാണ്. അപ്പച്ചനെ കിട്ടാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഈ വലിയൊരു ത്വര ഇന്ന് ഒരു ക്രിസ്ത്യാനിയായി എനിക്കുണ്ടാവണം. എന്തും നഷ്ടപ്പെടുത്തിയിട്ട് യേശുവിന് വേണ്ടി ഞാൻ ഓടണം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, എൻ്റെ പിന്നിലുള്ളവയെ എല്ലാം വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. എൻ്റെ യേശുക്രിസ്തുവിനെ പ്രതി മറ്റുള്ളതെല്ലാം ഞാൻ അമേത്യമായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുകയാണെന്ന് ഏറ്റവും ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി ഈശോയെ തേടി നാം നടക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ ഇല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല. അവനെ സ്നേഹത്തോടെ തേടണം. തേടുമ്പം തെരച്ചിലുണ്ടാവും. നീ അവനെ തേടേണ്ടത് ഈ തെരച്ചിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാകണം. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ നീ അന്വേഷിക്കേണ്ട 2-3 സ്ഥലങ്ങൾ നിന്നെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നീ ദേവാലയത്തിലുണ്ടാവും,
നീ ബൈബിൾ വായിക്കുന്നവനായിരിക്കും. നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാകും. നിൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിനക്കറിയാൻ പറ്റും നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ വേണ്ടി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി, ദേവാലയത്തിൽ പോയിരിക്കുവാൻ വേണ്ടി നീ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? അത് നീ തിരിച്ചറിയുക. അത് നീ ഒന്ന് പരിശോധിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. കാരണം തമ്പുരാനെ സ്നേഹിക്കുന്നവന് അവൻ തന്നെ വഴികൾ തുറന്നു കൊടുക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു അനാഥയായ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് അവൾക്ക് 2 മക്കളെയും ദൈവം കൊടുത്തു. ഇങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന നാളുകളിലാണ് അവളുടെ 2ാമത്തെ മകന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്ന് ഭയങ്കരമായിട്ട് ഓക്സിജൻ നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് ICUലായിരിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത് അവർ ICUലായിരിക്കുമ്പോൾ ICUവിൻ്റെ പുറത്തു നിന്ന് എല്ലാവരും വേദനയോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയുമ്പം അവൾ ഓടിപ്പോയി ചാപ്പലിൽ പോയി നിന്നിട്ട് അവളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദൈവമേ, ഇതെല്ലാം എനിക്ക് തന്നത് നീയാ. ഇത് നീ തിരിച്ചെടുത്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ നഷ്ടപ്പെട്ടു പോകരുത് എന്ന്. ഈ ഒരു വലിയ സ്നേഹമാണ്, ഈ ഒരു വലിയ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ഇവളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 5 മിനിറ്റിന് ശേഷം ഇവൾ തിരിച്ചു വരുമ്പം ICUവിന് പുറത്ത് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയുകയാ, കൊച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്നേഹിക്കാൻ ജീവിതത്തിൽ 1-ാം സ്ഥാനം യേശുവിന് കൊടുത്തു കഴിയുമ്പം, ഈശോയ്ക്ക് കൊടുത്തു കഴിയുമ്പം അവിടെ ഒരു അത്ഭുതമുണ്ട്. അത് കണ്ണുകൾ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് ആസ്വദിച്ചിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ നിനക്ക് വേണ്ടി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവൻ്റെ സ്നേഹമാണ്, അത് അവൻ്റെ പ്രതിസ്നേഹമാണ്. പക്ഷേ അവനെ തിരിച്ച് സ്നേഹിക്കണം. അത് തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ സ്വയം വെളിപ്പെടുത്തി കൊടുക്കും. എങ്ങനെയെന്നോ, ഫൗസ്തീനയുടെ ജീവചരിത്രത്തിൽ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. ഫൗസ്തീന പുണ്യവതിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ മനസ്സ് തുറന്ന് ഈശോയെ സ്നേഹിക്കും. എപ്പോഴും കിട്ടുന്ന സമയമൊക്കെ ദേവാലയത്തിലായിരിക്കാൻ അവൾ ആഗ്രഹിക്കും. അങ്ങനെ അവൾ ദേവാലയത്തിലേക്ക് വരും. കിട്ടുന്ന സമയത്ത് ഓടി ഒരു ദിവസം ദേവാലയത്തിലേക്ക് വരുമ്പം അവളുടെ കാലൊച്ച കേൾക്കുമ്പം സക്രാരിയിൽ നിന്ന് ഈശോ ഇറങ്ങി വരും. ഈശോയ്ക്കറിയാം അവൾ വരികയാണെന്ന്. അവിടെ നിന്ന് അവൻ ഇറങ്ങി വരും. ഇവൾ ചാപ്പലിലേക്ക് വന്നിട്ട് ചാപ്പലിൻ്റെ നടുഭാഗത്ത് അവൾ മുട്ടുകുത്തുമ്പം ഫ്രണ്ടിലേക്ക് വരാൻ പോലും അനുവദിക്കാതെ ഇവളെ കാണുവാൻ വേണ്ടി, ഇവളെ സ്നേഹിക്കാൻ വേണ്ടി ആ സക്രാരിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഈശോയെ നാം കാണുന്നുണ്ട്. ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2 പേരും കൂടി ചാപ്പലിൻ്റെ നടുവിലിരുന്ന് സ്നേഹ സംഭാഷണം നടത്തുന്നു. ഹൃദയം കൈമാറുന്ന ഒരനുഭവം. അവിടെ ഈശോ അവൾക്ക് കരുണയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. കഴിഞ്ഞ വർഷം നാം കരുണയുടെ വർഷമായി ആചരിച്ചെങ്കിൽ അന്ന് ആ ഫൗസ്തീന പുണ്യവതി ഈശോയെ ഹൃദയം തുറന്ന് സ്നേഹിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ ജപമാല നാം ചൊല്ലി കരുണ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ യേശുവിനെ മുഴുഹൃദയത്തോടെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈശോയെ മുഴുഹൃദയത്തോടെ സ്നേഹിക്കാൻ ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ, നിനക്ക് ദൈവിക വെളിപ്പെടുത്തലുകൾ കിട്ടണമെങ്കിൽ നീ അവനെ സ്നേഹിച്ചു തുടങ്ങണം. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടക്കണം. എന്നെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈശോ പറഞ്ഞതാ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കും. അങ്ങനെയെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഇന്ന് ചോദിച്ചിട്ട് പലതും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്.
കൊച്ചു ത്രേസ്യ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഓർമ്മ വെച്ച് 3 വയസ്സായപ്പോൾ മുതൽ എൻ്റെ ഈശോയോട് ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ഈശോ എനിക്ക് തരാത്തതൊന്നുമില്ലെന്ന്. കാരണം എന്താ? അവൾ സ്വയം വിശേഷിപ്പിച്ചത് എന്താണെന്നോ? ഞാൻ എൻ്റെ ഈശോയുടെ സ്വന്തം കൊച്ചു ത്രേസ്യ എന്ന. പ്രിയപ്പെട്ടവരെ, നീ ഈശോയെ സ്നേഹിക്കുമ്പോൾ, നീ ഈശോയുടെ സ്വന്തമായി മാറുമ്പോൾ അവൻ നിൻ്റെ ഭണ്ഡാരം നിറച്ചു തരും. അവൻ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയും. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല എന്ന്. ഈ ഈശോയെ സ്നേഹിക്കുമ്പം നീ ദൈവകൽപ്പനകൾ പാലിക്കും, നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് 2 തിരിച്ചറിയൽ കാർഡുകളാണ് തരുന്നത്. ഒരു ക്രിസ്ത്യാനി ആയ നിനക്ക് ദൈവം 2 തിരിച്ചറിയൽ കാർഡുകൾ തരും. ഒന്ന് ദൈവകൽപ്പനയുടെ കാർഡാണ്, രണ്ടാമത്തേത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം. ഇന്ന് ഒരു ക്രിസ്ത്യാനി ആണോ നീ എന്ന് തിരിച്ചറിയാൻ ഈ 2 തിരിച്ചറിയൽ കാർഡുകൾ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി നീ എത്രമാത്രം തത്രപ്പെടുന്നുണ്ട്. ഏതെല്ലാം മേഖലകളുടെ തിരക്കുകൾക്കിടയിൽ കുർബാനകളിൽ നാം പങ്കുചേരാതെ പോവുകയാണ്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പം ജപമാല പ്രാർത്ഥന നാം ഒഴിവാക്കി പോവുകയാണ്. അപ്പോഴൊക്കെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയൽ കാർഡുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തിരിച്ചറിയൽ കാർഡില്ലെങ്കിൽ ഒരു കാര്യത്തിനും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ചങ്കോട് ചേർത്ത് വെക്കേണ്ടത്, നിൻ്റെ പേഴ്സിൽ വെക്കേണ്ട വലിയ 2 തിരിച്ചറിയൽ കാർഡുകളുണ്ട്. ദൈവകൽപ്പനകൾ പാലിക്കുന്ന ഒരു ഹൃദയം, 2 ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആർത്തിയോടെ അവൻ്റെ വചനം വായിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം 20-ാം വചനം, എന്നെ സ്മരിക്കുന്ന തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്ന തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കുമെന്ന്. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു ഹൃദയമെന്ന് പറഞ്ഞില്ലേ, ഒരു തിരിച്ചറിയൽ ചീട്ട്. ആ തിരിച്ചറിയൽ ചീട്ട് നിനക്കുണ്ടെങ്കിൽ ഈ വചനം നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. 1 മിനിറ്റ് കിട്ടിയാൽ ഓടി ദേവാലയത്തിൽ പോകുന്ന വ്യക്തി, ജപമാലകൾ കയ്യിലെടുക്കുന്ന വ്യക്തി. അറിയാം, ഒരുപാട് വ്യക്തികൾ, സുവിശേഷ പ്രഘോഷകരൊക്കെ മണിക്കൂറുകൾ ദേവാലയത്തിലിരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമ്പം നിൻ്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് തമ്പുരാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ അവൻ്റെ മുമ്പിലിരിക്കുമ്പം അവൻ പറയും, നാൾ ഇന്നത് സംഭവിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് നീ ആലോചന ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും നീ അവനോട് ചോദിക്കും, ഓർഡറാക്കി തരണമേ എന്ന്. ഓർക്കുന്ന ഒരു സിസ്റ്റർ പങ്കുവെച്ചത്, രാത്രി മുഴുവൻ BEdന് പഠിക്കുന്ന സിസ്റ്ററാണ്, ഒരുപാട് എഴുതി തീർക്കുവാനുണ്ട്. 2 മണി വരെ എഴുതിയിട്ട് ഭയങ്കരമായ ഉറക്കം വന്നിട്ട് അവൾ അത് പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. നാളെ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറാണ്. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, എന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വിളിക്കണം, ഇത് പൂർത്തിയാക്കാനുള്ളതാണെന്ന്. നിഷ്കളങ്കതയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന. അവൾ എന്നിട്ട് കണ്ണടച്ച് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് 5 മണി കഴിഞ്ഞ് എഴുന്നേറ്റത്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പം ഇത് എഴുതി തീർത്തില്ലല്ലോ എന്നുള്ള വേവലാതിയോടെ പോയി പേപ്പറിലേക്ക് നോക്കുമ്പം അത് മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് അടിയിൽ അവളുടെ സൈനിട്ട് വെച്ചിരിക്കുന്ന പേപ്പർ അവൾ കാണുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായൊരു കാര്യമാണ്. പക്ഷേ അവൻ നമുക്ക് വേണ്ടി ഇതുപോലും ചെയ്തു തരും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വചനം, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായത് മഹത്തമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന്. അവൻ വെളിപ്പെടുത്തി തരും, അവൻ മനസ്സിലാക്കി തരും, അവൻ കൂടെ ഇരുന്ന് ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നു, ഒരു മാഡം PhD ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഇനം വൃക്ഷത്തിൻ്റെ ഇലകളാണ് ആ പുള്ളിക്കാരത്തേക്ക് PhD ചെയ്യാനായിട്ട് വേണ്ടത്. അത് പറിക്കണമെങ്കിൽ ഒരു ജോലിക്കാരെ വിളിക്കണം, കാരണം നല്ല ഉയർന്ന വൃക്ഷമാണ്. അപ്പോൾ രാവിലെ വിശുദ്ധ കുർബാനയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക,
എനിക്ക് ആരാ ഇലയൊന്ന് ഒടിച്ചു തരിക? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഈ ഇല എനിക്ക് കിട്ടുകയില്ലല്ലോ, നാളെ അത് കൊടുത്താലാണ് അതിൻ്റെ എസൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയോട് ഇതൊക്കെ അങ്ങ് പറഞ്ഞു വെച്ചിട്ട് കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ കാണുകയാണ്, വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏത് വൃക്ഷത്തിൽ നിന്നാണോ ആ ഇലകൾ പറിക്കാൻ ആഗ്രഹിച്ചത്, അന്ന് രാവിലെ അവിടെയുള്ള വീട്ടുകാർ ആ വൃക്ഷത്തിൻ്റെ എരമ്പെല്ലാം ഇറക്കി ആ വൃക്ഷത്തിൻ്റെ കുറേ ശിഖരങ്ങൾ വെട്ടി താഴെയിട്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞ് കരഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ആ വൃക്ഷം വെട്ടിയിട്ട് എനിക്ക് തന്നിരിക്കുകയാണെന്ന്. ഒരു കുഞ്ഞു വിരൽ പോലും എനിക്ക് അതിന് വേണ്ടി അനക്കേണ്ട വന്നില്ല, ആരെയും വിളിക്കേണ്ട വന്നില്ല, ഞാനത് പെറുക്കിക്കൂട്ടി എടുക്കുകയാണ് ചെയ്തതെന്ന്. ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ഈശോ ഇടപെടും. പക്ഷേ അവനെ സ്നേഹിക്കാൻ നീ മുന്നിട്ടിറങ്ങണം. അപ്പോൾ നമ്മുടെ ഈശോ കൂടെ ഇരിക്കും, ഈശോ കൂടെ നടന്ന് ചെയ്തു തരും. ഇത്രയും 6 വർഷങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഈശോ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരും. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നു, എന്നെ ഒരു വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്ററെ 12 വർഷമായി ഒരു വർക്ക് ചെയ്തു കൊടുത്തതാ, ഇതുവരെ 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ജീവിതത്തെ ക്രമപ്പെടുത്തണം, ഈശോയെ ഒന്ന് സ്നേഹിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളൂ, ജപമാല അർപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അദ്ദേഹം അപ്പോൾ മുതൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി മാറ്റിപ്പിടിച്ചു, സമ്പത്തിനെ മാറ്റിവെച്ചിട്ട് ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി, കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. 3-ാം ദിവസം വൈകുന്നേരം ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് 5 മണിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ വന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, 12 വർഷമായി പെൻഡിങ് ആയ കാര്യങ്ങൾ പോലും ഈശോ ചെയ്തു തരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, മുഴുഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുമ്പോൾ അവൻ നിൻ്റെ ഭണ്ഡാരം നിറച്ചു തരും, അവൻ നിൻ്റെ ജീവിതത്തിൽ നിറച്ച് തരും. നിനക്ക് അസാധ്യങ്ങളൊന്നുമില്ല. നീ ഈശോയെ സ്നേഹിക്കുമ്പം അവൻ്റെ കൈയുടെ മുറിവുകൾക്കുള്ളിൽ ഒരു അഭിഷേകമുണ്ട്. അവൻ ആരെ തൊട്ടോ, അവൻ ആരെ അനുഗ്രഹിച്ചോ അവർക്കെല്ലാം അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നിൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമായി മാറണമെങ്കിൽ നീ ഈശോയെ സ്നേഹിക്കുമ്പം ഈശോയുടെ കൈയുടെ അനുഗ്രഹം നിനക്ക് കിട്ടും. ഈശോയുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം, ഈശോയെ നിൻ്റെ കയ്യിൽ ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ, എൻ്റെ ശൂന്യമായ മേഖലകളിൽ നീ ഒന്ന് ഇടപെടണം ഈശോയെ. ഇന്ന് സമ്പത്തിൻ്റെ മേഖലയിൽ ഞാൻ തകർന്നു കിടക്കുകയാണ്, കടബാധ്യതയിലാ തമ്പുരാനെ, വഴി തുറക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിൻ്റെ ശൂന്യമായ ഭണ്ഡാരം നിറച്ചു തരും. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നീ ഒന്ന് ചിന്തിക്കണം, എൻ്റെ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? സ്നേഹിക്കണം നിൻ്റെ ദൈവമായ കർത്താവിനെ ഒരു വ്യവസ്ഥകളില്ലാതെ. ത്യാഗം ഏറ്റെടുത്ത് സ്നേഹിക്കണം. അവനെ സ്നേഹിക്കുമ്പം അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം അവൻ്റെ മുമ്പിൽ നിനക്ക് വെളിപ്പെടുത്താൻ പറ്റുക. നീ മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിക്കണം. അവിടെ ഈശോ അനുഗ്രഹം ചൊരിയും. ഈശോയെ എന്നെ മുഴുവനായി നിനക്ക് തരുക, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. ഇനി സ്നേഹിക്കാൻ അറിയില്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ പരിശുദ്ധ അമ്മേ, ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മ ഈശോയോട് ചോദിച്ചിട്ട് ഇന്ന് വരെ ഒന്നും ഈശോ നിഷേധിച്ചിട്ടില്ല. എങ്കിൽ ഈ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ നീയും സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ ജീവിതത്തിൽ ഒന്നും അവൻ നിഷേധിക്കില്ല. സ്നേഹത്തിൽ ചാലിച്ച് വെച്ച് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവൻ നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. അവൻ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും, നിൻ്റെ വയലുകളെ അനുഗ്രഹിക്കും, നിൻ്റെ ജോലി മേഖലകളെ അനുഗ്രഹിച്ചു തുടങ്ങും. മാറ്റണം. എവിടെയെങ്കിലുമൊക്കെ ഈശോയ്ക്ക് പകരം ആരെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, 1-ാം സ്ഥാനം മറ്റെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ഇന്നു മുതൽ നിൻ്റെ പേഴ്സിൽ, നിൻ്റെ ഹൃദയത്തിൽ 2 വലിയ തിരിച്ചറിയൽ ചീട്ടുകളുണ്ടാവണം. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നൊരു ഹൃദയവും ദൈവകൽപ്പനകൾ പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും. അവിടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂട്ടിപ്പിടിച്ച് തമ്പുരാനെ മനസ്സിലൊന്ന് കണ്ടിട്ട് പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്ന ഒരു തമ്പുരാനുണ്ട്. ഈശോയെ, എല്ലാ വസ്തുക്കളെക്കാളധികം, എല്ലാ വ്യക്തികളെക്കാളധികം നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭൂമിയിലെ എല്ലാ വ്യക്തികളെക്കാളധികം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ നിന്നേക്കാൾ ഉപരിയായി കണ്ടിട്ടുണ്ടെങ്കിൽ അതുമിതാ നിനക്ക് അടിയറ വയ്ക്കുന്നു. നിന്നെ സ്നേഹിക്കണം. നിയമജ്ഞനോട് എല്ലാ സമ്പാദ്യങ്ങൾക്കാൾ അപ്പുറത്ത്
നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്ന് നീ പറഞ്ഞെങ്കിൽ അതിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എടുക്കുകയാണ്. ഈശോയെ, മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു, സർവശക്തിയോടെ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. നിൻ്റെ മുൻപിൽ സ്നേഹത്തോടെ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം, എന്നെ നിന്നോട് ചേർത്ത് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.